നമസ്കാരം. തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് OTTയിൽ സ്ട്രീം ചെയ്യുന്ന കോൺജുറിംഗ് കണ്ണപ്പൻ എന്ന തമിഴ് ചിത്രം. സെൽവിൻ രാജ് സേവ്യർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ സതീഷ്, റെജിന കസാൻഡ്ര, നാസർ, ശരണ്യ പൊൻവണ്ണൻ, VTV ഗണേഷ്, റെഡിൻ കിങ്സ്ലി തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നത്. ഹൊറർ കോമഡി വിഭാഗത്തിൽ വന്ന കോൺജുറിംഗ് കണ്ണപ്പൻ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. ഗെയിം ഡിസൈനറായ കണ്ണപ്പനാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം. ജോലിക്കായി അപ്ലിക്കേഷൻ അയക്കുന്നുണ്ട്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും എവിടെയും എത്തുന്നില്ല. അങ്ങനെ പോകുന്ന സമയത്ത് വീട്ടിലെ കിണറ്റിൽ നിന്നും വെള്ളം കോരുമ്പോൾ ഒരു ഡ്രീം ക്യാച്ചർ ലഭിക്കുന്നു. അതിനുശേഷം കണ്ണപ്പൻ്റെയും പിന്നീട് അയാളുടെ കുടുംബത്തിൽ നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് ചിത്രം പറയുന്നത്. ഹൊറർ കോമഡി എന്ന് പറയുമ്പോൾ തമിഴിൽ തന്നെ എത്രയോ സിനിമകൾ നമ്മൾ ഇതേ പാറ്റേണിൽ കണ്ടിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ഏകദേശം അതേ ടെംപ്ലേറ്റ് തന്നെയാണെന്ന് പറയാം. പക്ഷേ ഹൊറർ സംഭവം കൊണ്ടുവരുന്നതിൽ ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഈ പ്രേതവും കാര്യങ്ങളുമൊക്കെ കണ്ണപ്പൻ്റെ ലൈഫിൽ വരുന്നത് എന്നതിൽ മൊത്തത്തിൽ നോക്കിയാലും ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാനുള്ളത് ആകെ ഈ കാര്യം മാത്രമാണ്. സിനിമ പ്രധാനമായും പാളിപ്പോകുന്നത് കോമഡി കൊണ്ടുവരുന്നതിലാണ്. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ചെറിയ ചിരി സമ്മാനിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കോമഡി പാർട്ട് മൊത്തത്തിൽ പാളിപ്പോകുന്ന അവസ്ഥയാണ്. പലപ്പോഴും വെറുതെ ബഹളം വയ്ക്കുന്നു എന്നല്ലാതെ കോമഡി ആകുന്നില്ല. ഹൊറർ പാർട്ടിൽ ടെക്നിക്കലി നോക്കിയാൽ അത്യാവശ്യം വെടിപ്പായി തന്നെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ചില സെക്ഷൻസൊക്കെ അത്യാവശ്യം പേടിപ്പിക്കുന്നതുകൊണ്ട്. പ്രകടനം നോക്കിയാലും പ്രധാന വേഷങ്ങളിൽ വന്നവരൊക്കെ അത്യാവശ്യം നീറ്റായി തന്നെ അവർ റോളുകൾ ചെയ്തിട്ടുമുണ്ട്. 2023 തന്നെ തമിഴിൽ റിലീസ് ചെയ്ത ഹൊറർ കോമഡി ചിത്രമായിരുന്നു DD റിട്ടേൺസ്. OTT വന്നപ്പോഴാണ് ഞാൻ ആ ചിത്രം കണ്ടതും തമാശയൊക്കെ വർക്കായി കണ്ടിരിക്കാവുന്ന ചിത്രമായിട്ടാണ് അനുഭവപ്പെട്ടതും. അതിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് കുറേ കമൻസ് ഉണ്ടായിരുന്നു, ഒട്ടും വർക്കായില്ല, മോശം ചിത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. തീർച്ചയായും അഭിപ്രായത്തെ മാനിക്കുന്നു. ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DD റിട്ടേൺസുമായി കമ്പയർ ചെയ്യുമ്പോൾ കോൺജുറിംഗ് കണ്ണപ്പൻ ആവറേജിലും താഴെ നിൽക്കുന്ന അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. സ്വപ്നത്തിലെ ഹൊറർ പരിപാടി കൊണ്ടുവരുന്നതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് വന്നുവെങ്കിലും പിന്നീട് അത് ത്രില്ലിംഗ് ആയി അവതരിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ടായിട്ടില്ല. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.